ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ കമ്പ്യൂട്ടർ സയൻസിൻ്റെ മൂന്നാമത്തെ ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്. ഡേറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് ഓപ്പറേഷൻസ്. അപ്പോൾ ഇതിലെ കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഡേറ്റ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പം നമുക്കറിയാം, നമ്മൾ ഇതുവരെയുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളിൽ ഡേറ്റ റെപ്രസെൻറ്റേഷനും ഒക്കെ നമ്മൾ പഠിച്ചതാണ്. ആദ്യം ഫണ്ടമെൻ്റൽ ഡേറ്റ ടൈപ്പ്, INT, ഫ്ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റോമിക് ആയിട്ടുള്ള ഡേറ്റ നമ്മൾ കൈകാര്യം ചെയ്തു. എന്നിട്ട് അതിനുശേഷം ഒന്നിലധികം ഡേറ്റ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് അറേ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉപയോഗിച്ചു. ഒരേ തരത്തിലുള്ള ഒന്നിലധികം ഡേറ്റ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അറേ എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മൾ ഉപയോഗിച്ചു. അപ്പം അതിനകത്തെ ചില പ്രോസസ്സുകളൊക്കെ നമ്മൾ പഠിച്ചതാണ്. ട്രാവേഴ്സൽ, അതേപോലെ തന്നെ സെർച്ചിങ്, സോർട്ടിങ്, അപ്പോൾ അതിൻ്റെ അൽഗോരിതംസ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചതാണ്. ശരിക്കും അറേ എന്ന് പറയുന്നത് തന്നെ അറേ ഈസ് എ ഡേറ്റ സ്ട്രക്ചർ, ഒരു ഡേറ്റ സ്ട്രക്ചർ തന്നെയാണ്. ഡേറ്റ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഡെഫിനിഷനൊക്കെ നമ്മളിപ്പം പഠിക്കുന്നുണ്ട്. കുറേ കൂട്ടമായിട്ടുള്ള ഡേറ്റയാണ് ഡേറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മൾ ഈ വർഷം സ്ട്രക്ചർ പഠിച്ചു. അതോടൊപ്പം തന്നെ ക്ലാസ്, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിൻ്റെ കൺസെപ്റ്റായിട്ടുള്ള ക്ലാസ് ഒബ്ജക്റ്റും പഠിച്ചു. ഇതെല്ലാം ഡേറ്റ സ്ട്രക്ചേഴ്സാണ്. ഇപ്പം നമ്മൾ ഈ ചാപ്റ്ററിൽ ബാക്കിയുള്ള ഡേറ്റ സ്ട്രക്ചേഴ്സിൻ്റെ മറ്റു കാര്യങ്ങളെ പറ്റിയാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഡേറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്, ഡേറ്റ സ്ട്രക്ചർ ഈസ് എ പർട്ടിക്കുലർ വേ ഓഫ് ഓർഗനൈസിങ് സിമിലർ ഓർ ഡിസിമിലർ ലോജിക്കലി റിലേറ്റഡ് ഡേറ്റ ഐറ്റംസ് വിച്ച് ക്യാൻ ബി പ്രോസസ്ഡ് ആസ് എ സിംഗിൾ യൂണിറ്റ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും പരസ്പര ബന്ധമുള്ള, ഒരുപോലെയുള്ളതോ അല്ലെങ്കിൽ വെവ്വേറെയായിട്ടുള്ള ഡേറ്റ ഏതെങ്കിലും ഒരു പ്രത്യേക രീതിയിൽ അതിനെ ഓർഗനൈസ് ചെയ്യുകയും അതിനെ ഒരു സിംഗിൾ യൂണിറ്റായിട്ട് പ്രോസസ്സ് ചെയ്യപ്പെടുകയും ചെയ്യുന്നതിനെയാണ് ഡേറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ അറേ ഈസ് എ ഡേറ്റ സ്ട്രക്ചർ. അറേയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, അറേ എന്ന് പറയുന്നത് സിമിലർ ഡേറ്റ ഐറ്റംസാണ്. സിമിലർ ലോജിക്കലി റിലേറ്റഡ് ഡേറ്റ ഐറ്റം. ലോജിക്കലി റിലേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ, ഏതെങ്കിലും പരസ്പര ബന്ധമുള്ള, എന്നുവെച്ചാൽ ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ മാർക്ക്, അല്ലെങ്കിൽ ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ ഹൈറ്റ്, അല്ലെങ്കിൽ കുറേ സാധനങ്ങളുടെ പ്രൈസ്, ഇങ്ങനെ പരസ്പര ബന്ധമുള്ള സിമിലറായിട്ടുള്ള ഒരുമിച്ച് പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡേറ്റ സ്ട്രക്ചറാണ് അറേ എന്ന് പറയുന്നത്. എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും അറേ എന്ന് പറയുന്നത്. അപ്പോൾ അറേ എന്ന് പറയുന്നത് ഒരു കൺസെപ്റ്റാണ്. യഥാർത്ഥത്തിൽ C++ൻ്റെ മാത്രമല്ല, എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും ഉള്ള ഒരു കൺസെപ്റ്റാണ് ഈ അറേ എന്ന് പറയുന്ന ഡേറ്റ സ്ട്രക്ചർ. നമ്മൾ വേരിയബിൾസ് എന്നൊക്കെ പറയും. വേരിയബിൾസ് എന്നൊക്കെ പറയുമ്പോൾ C++ന് അതിൻ്റേതായിട്ടുള്ള ഫണ്ടമെൻ്റൽ ഡേറ്റ ടൈപ്പ് ഉണ്ട്, ജാവയ്ക്ക് അതിൻ്റേതായിട്ടുള്ള ഫണ്ടമെൻ്റൽ ഡേറ്റ ടൈപ്പ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഓരോ ലാംഗ്വേജിൻ്റെ ഫണ്ടമെൻ്റൽ ഡേറ്റ ടൈപ്പ് എന്ന് പറയുന്ന വ്യത്യാസമായിരിക്കും. അതേസമയം ഈ അടിസ്ഥാനപരമായി ഉള്ള ഒരു ഓർഗനൈസേഷനെയാണ് നമ്മൾ ഡേറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി ഡിസിമിലറായിട്ട്, ലോജിക്കലി റിലേറ്റഡ് ആയിട്ടുള്ള പരസ്പര ബന്ധമുള്ള വെവ്വേറെ തരത്തിലുള്ള ഡേറ്റയുടെ ഒരു ക്ലാസിഫിക്കേഷനാണ് നമ്മൾ ഈ വർഷം പഠിച്ച സ്ട്രക്ചറും ക്ലാസും എന്ന് പറയുന്നത്. അപ്പം അന്നേരം ഡേറ്റ സ്ട്രക്ചറിനെ കുറിച്ച് ഏകദേശം ഒരു ഐഡിയ മനസ്സിലായല്ലോ. പരസ്പര ബന്ധമുള്ളതും അതോടൊപ്പം അതേപോലെ തന്നെ ഒരുമിച്ചോ ഒരേ സ്വഭാവത്തിലുള്ളതോ അല്ലെങ്കിൽ വെവ്വേറെ സ്വഭാവത്തിലുള്ളതോ ആയ ഒരുമിച്ച് പ്രോസസ്സ് ചെയ്യപ്പെടുന്ന ഓർഗനൈസിങ് പ്രിൻസിപ്പിളിനെയാണ് ഡേറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഡേറ്റ സ്ട്രക്ചർ നോട്ട് ഓൺലി അലൗ ദ യൂസർ ടു കമ്പൈൻ വേരിയസ് ടൈപ്സ് ഓഫ് ഡേറ്റ ബട്ട് ആൾസോ അലൗ പ്രോസസ്സിംഗ് ഓഫ് ദ ഗ്രൂപ്പ് ആസ് എ സിംഗിൾ യൂണിറ്റ്. വേരിയസ് ടൈപ്സ് ഓഫ് ഡേറ്റ എന്ന് പറയുന്നത് കമ്പൈൻ ചെയ്യാൻ വേണ്ടി മാത്രമല്ല, അത് ഒരുമിച്ച് പ്രോസസ്സ് ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കും. അപ്പോൾ അറേ നമ്മൾ അറിയാമല്ലോ, അറേ ട്രാവേഴ്സൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറേയിലെ എല്ലാ എലമെൻറ്റും ഒരുമിച്ച് പ്രോസസ്സ് ചെയ്യുന്നതിനെയാണ് ട്രാവേഴ്സൽ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻപുട്ട് പ്രോസസ്സ്,
അല്ലെങ്കിൽ ഔട്ട്പുട്ട് പ്രോസസ്സ്, അല്ലെങ്കിൽ അറയിലെ എല്ലാ എലമെൻസിൻ്റെയും സം കാണുന്നത്, അല്ലെങ്കിൽ അറയിലെ എലമെൻറ്റിലെ സ്മാളസ്റ്റ് അല്ലെങ്കിൽ ലാർജസ്റ്റ് കണ്ടുപിടിക്കുന്നത്. ഇപ്പോൾ ഒരു അറയിലെ എല്ലാ എലമെൻറ്റും പ്രോസസ്സ് ചെയ്യപ്പെടുകയാണെങ്കിൽ അതിനെ നമ്മൾ നമ്മൾ പറയും ഒരു എല്ലാ എലമെൻറ്റും നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നതിനെയാണ്, ഒരു ഗ്രൂപ്പായിട്ട് പ്രോസസ്സ് ചെയ്യുന്നതിനെയാണ് ഡേറ്റാ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ അടുത്ത് എല്ലാം ചോദ്യം ചോദിക്കുകയാണെങ്കിൽ അതാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ അറേ ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. അതൊരു ഡേറ്റാ സ്ട്രക്ചർ ഓപ്പറേഷനാണ്. ഇനി ഡേറ്റാ സ്ട്രക്ചറിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ അതിവിടെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത് നിങ്ങളുടെ പുസ്തകത്തിൽ കൊടുത്തേക്കുന്ന പോലെ തന്നെ ഒരു ഫിഗറായിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഡേറ്റാ സ്ട്രക്ചേഴ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു സിമ്പിൾ ഡേറ്റാ സ്ട്രക്ചർ ആൻഡ് കോമ്പൗണ്ട് ഡേറ്റാ സ്ട്രക്ചർ. സിമ്പിൾ ഡേറ്റാ സ്ട്രക്ചറിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്ന അറേ, സ്ട്രക്ചർ, എക്സെട്ര അങ്ങനെയാണ്. നമ്മളത് പഠിച്ചു കഴിഞ്ഞു. ഏറ്റവും സ്മാളസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും സിംപ്ലസ്റ്റ് വേ ഓഫ് ഓർഗനൈസിങ് സിമിലർ ഓർ ഡിസിമിലർ ഡേറ്റ ഐറ്റംസ്. അറേ സിമിലർ, സ്ട്രക്ചർ ഡിസിമിലർ. അറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ സ്വഭാവം ഉള്ള ഒരേ ഡേറ്റ ടൈപ്പിലുള്ളത്, സ്ട്രക്ചർ ആണെങ്കിൽ വ്യത്യസ്ത തരം ഡേറ്റ ടൈപ്പിലുള്ളത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത്, അപ്പോൾ അതുകൊണ്ട് അറേ സ്ട്രക്ചറിനെ പറ്റി ഇനി നമ്മൾ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല, അത് നമ്മൾ പഠിച്ചതാണ്. അതിൻ്റെ വേ ഓഫ് ഓർഗനൈസിങ് എങ്ങനെയാണ്, അറേ എങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യപ്പെടുന്നത്, സ്ട്രക്ചർ എങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യപ്പെടുന്നത്, സ്ട്രക്ചറിൻ്റെ അല്ലെങ്കിൽ സ്ട്രക്ചർ എങ്ങനെയാണ് നമുക്ക് ഡിഫൈൻ ചെയ്യേണ്ടത്, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ സിമ്പിൾ ഡേറ്റ സ്ട്രക്ചറിനെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനിയുള്ളതെന്ന് പറയുന്നത് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോമ്പൗണ്ട് ഡേറ്റ സ്ട്രക്ചേഴ്സിനെ കുറിച്ചാണ്. അത് തന്നെ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഒന്ന് ലീനിയർ ഡേറ്റ സ്ട്രക്ചർ ആൻഡ് നോൺ ലീനിയർ ഡേറ്റ സ്ട്രക്ചർ. ലീനിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ്, 1/n ആയിട്ടുള്ളതിനെയാണ് നമ്മൾ ലീനിയർ എന്ന് പറയുന്നത്, സീക്വൻഷ്യൽ. അപ്പോൾ അതാണ് സ്റ്റാക്ക്, ക്യൂവ്, ലിങ്ക്ഡ് ലിസ്റ്റ്. ഇത് മൂന്നുമാണ് നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കുന്നത്. ഇത് മൂന്നുമാണ്, സ്റ്റാക്കും, ക്യൂവും, ലിങ്ക്ഡ് ലിസ്റ്റും. ലീനിയർ ഡേറ്റ സ്ട്രക്ചറിൻ്റെ ക്ലാസിഫിക്കേഷനാണ്, അല്ലെങ്കിൽ ലീനിയർ ഡേറ്റ സ്ട്രക്ചറിൽ പെടുന്നതാണ് സ്റ്റാക്ക്, ക്യൂവ്, ലിങ്ക്ഡ് ലിസ്റ്റ്. അപ്പോൾ അറേയുടെയും സ്ട്രക്ചറിൻ്റെയും കൂട്ട് തന്നെ ഒരു ഡേറ്റ സ്ട്രക്ചറാണ് സ്റ്റാക്കും, ക്യൂവും, ലിങ്ക്ഡ് ലിസ്റ്റും. ഇനി കോമ്പൗണ്ട് ഡേറ്റ സ്ട്രക്ചറിൻ്റെ അടുത്ത ക്ലാസിഫിക്കേഷനാണ് ട്രീ ഓർ ഗ്രാഫ് എന്ന് പറയുന്നത്. അതെന്ന് പറയുന്ന മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷനാണ്. അതിനെക്കുറിച്ച് നമുക്ക് തൽക്കാലം കൂടുതലൊന്നും പഠിക്കാനില്ല. നമുക്ക് ഈ ലീനിയർ ഡേറ്റ സ്ട്രക്ചേഴ്സിനെ കുറിച്ചാണ് ഈ വർഷം ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഇപ്പം കാണാൻ പോകുന്നത്. അപ്പോൾ ഒന്നുകൂടെ, ഡേറ്റ സ്ട്രക്ചേഴ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഡേറ്റ സ്ട്രക്ചേഴ്സ്. സിമ്പിൾ ഡേറ്റ സ്ട്രക്ചേഴ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു സ്ട്രക്ചർ ആൻഡ് അറേ. ദെൻ കോമ്പൗണ്ട് ഡേറ്റ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത് ലീനിയർ ആൻഡ് നോൺ ലീനിയർ. ലീനിയർ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു സ്റ്റാക്ക്, ക്യൂ ആൻഡ് ലിങ്ക്ഡ് ലിസ്റ്റ്. നോൺ ലീനിയർ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ട്രീ ആൻഡ് ഗ്രാഫ്. ഇത് പരീക്ഷയ്ക്ക് ഇതേ രീതിയിൽ തന്നെ എഴുതാനും ചോദിച്ചിട്ടുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്യാനും ചോദിച്ചിട്ടുണ്ട്. അപ്പം അന്നേരം ഇത് കൃത്യമായി പഠിച്ചു വെച്ചേക്കുക. ഈ പേരുകളെല്ലാം നമ്മൾ അറേ സ്ട്രക്ചർ നമ്മൾ പഠിച്ചത് തന്നെയാണ്. ഇനി എന്തുകൊണ്ടാണ് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇനി നമുക്ക് കാണേണ്ടത്. സിൻസ് ഡേറ്റ സ്ട്രക്ചേഴ്സ് റെപ്രസെൻറ്റ് കളക്ഷൻ ഓഫ് ഡേറ്റ, ദീസ് ആർ ക്ലോസ്ലി റിലേറ്റഡ് ടു കമ്പ്യൂട്ടർ മെമ്മറി ആസ് ഇറ്റ് ഈസ് ദ സ്റ്റോറേജ് സ്പേസ് ഫോർ ദ ഡേറ്റ. ദ മെമ്മറി മേ ബി പ്രൈമറി ഓർ സെക്കൻഡറി. Depending upon memory allocation, data structures may be classified as static data structures and dynamic data structure. Static data structures are associated only with the primary memory. The required memory is allocated before the execution of the program and the memory space will be fixed throughout the execution. ഇനി നമ്മൾ ഈ ഡേറ്റ റെപ്രസെൻ്റ് ചെയ്യുന്നതിൻ്റെ കാര്യമാണ് നമ്മളിവിടെ പഠിക്കുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞു, ഡേറ്റ സ്ട്രക്ചേഴ്സിനെ നമ്മളെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ അന്നേരം ഡേറ്റ സ്ട്രക്ചേഴ്സിൻ്റെ അടുത്ത ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ അടുത്ത ഒരു ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറയുന്നത് അത് മെമ്മറി അനുസരിച്ച് വ്യത്യസ്ത തരമായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. കാരണം ഡേറ്റ എന്ന് പറയുന്നത് സ്റ്റോർ ചെയ്യണം. സ്റ്റോർ ചെയ്യുന്നത് എവിടെയാണ്? മെമ്മറിയിലേ സ്റ്റോർ ചെയ്യാൻ പറ്റൂ. ഇനി മെമ്മറി എന്ന് പറയുന്നത് തന്നെ എത്ര ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്? പ്രൈമറി മെമ്മറിയും സെക്കൻഡറി മെമ്മറി ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പ്രൈമറി മെമ്മറി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, റാം, ഇലക്ട്രോണിക് മെമ്മറി. അത് ഫാസ്റ്ററാണ്, അതോടൊപ്പം തന്നെ സൈസ് വളരെ കുറവാണ്.
അതേസമയം സെക്കൻഡറി മെമ്മറി എന്ന് പറയുന്നത് ഹാർഡ് ഡിസ്ക്കാണ്. സൈസ് വളരെ കൂടുതലാണ്, പക്ഷേ അത് ഫാസ്റ്റർ അല്ല. അപ്പം അന്നേരം ഇതിനനുസരിച്ച് സ്റ്റോറേജ് സ്പേസിനനുസരിച്ച് ഡേറ്റാ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത് സ്റ്റാറ്റിക് ഡേറ്റാ സ്ട്രക്ചറായിട്ടും ഡൈനാമിക് ഡേറ്റാ സ്ട്രക്ചറായിട്ടും ക്ലാസിഫൈ ചെയ്യാം. സ്റ്റാറ്റിക് ഡേറ്റാ സ്ട്രക്ചർ എന്ന് പറയുന്നത് പ്രൈമറി മെമ്മറിയെ അസോസിയേറ്റ് ചെയ്തിട്ടാണുള്ളത്. ഇനി അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മെമ്മറി എന്ന് പറയുന്നത് പ്രോഗ്രാം എക്സിക്യൂഷന് മുമ്പേ തന്നെ അവിടെ തയ്യാറാക്കി വെച്ചിരിക്കും. ഇനി ആ മെമ്മറിയുടെ അളവും ഫിക്സഡ് ആയിരിക്കും. നമ്മൾ ആദ്യം പഠിച്ച അറേയുടെ കൺസെപ്റ്റ്. ഇനി ഡൈനാമിക് ഡേറ്റാ സ്ട്രക്ചേഴ്സിനെ കുറിച്ച് നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് ദ സൈസ് ഓഫ് ദ ഡേറ്റാ സ്ട്രക്ചർ ഈസ് സ്പെസിഫൈഡ് ഡ്യൂറിങ് ഡിസൈൻ ആൻഡ് ഇറ്റ് കനോട്ട് ബി ചേഞ്ച്ഡ് ലേറ്റർ. ഇത് സ്റ്റാറ്റിക് ഡേറ്റാ സ്ട്രക്ചേഴ്സിനെ കുറിച്ചാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഡേറ്റാ സ്ട്രക്ചേഴ്സ് ഡിസൈൻഡ് ഓർ ഇംപ്ലിമെൻറ്റഡ് യൂസിങ് അറേസ് ആർ സ്റ്റാറ്റിക് ഇൻ നേച്ചർ. അത് സ്റ്റാറ്റിക്കാണ്. കാരണം നമ്മൾ INT A(100) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റാമിലാണ് ആ മെമ്മറി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അതും പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുമ്പേ തന്നെ ആ 100 മെമ്മറി ലൊക്കേഷൻസ് വേണമെന്നുള്ള കാര്യം കമ്പൈലറിന് അറിയാം. കമ്പൈലർ അതിന് വേണ്ടുന്ന ഇൻസ്ട്രക്ഷൻ കൊടുക്കും. ഇനി പ്രോഗ്രാം എക്സിക്യൂഷൻ സമയത്ത് നമുക്ക് അതിൻ്റെ സൈസ് കൂട്ടാനോ ഒന്നും പറ്റത്തുമില്ല. Data structures designed or implemented using arrays are static in nature. But for dynamic data structures, memory is allocated during execution. ഡൈനാമിക് ഡേറ്റാ സ്ട്രക്ചറിനെ സംബന്ധിച്ച് അത് എക്സിക്യൂഷൻ ടൈമിലാണ് മെമ്മറി എന്ത് ചെയ്തിരിക്കുന്നത്, ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പഠിച്ച C++ൻ്റെ ഒരു ഫീച്ചറാണ് സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ എന്ന് പറയുന്നത്. ആ ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ യൂസ് ചെയ്യണമെങ്കിൽ തന്നെ 2 ഓപ്പറേറ്റേഴ്സ് വേണം. ഒന്ന് ന്യൂവും ഒന്ന് ഡിലീറ്റും. അത് നമ്മൾ ആ പോയിൻറ്റേഴ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് സംശയം ഉണ്ടാകുമെന്ന് തോന്നില്ല. ന്യൂ എന്ന് പറയുന്നത് മെമ്മറി ക്രിയേറ്റ് ചെയ്യുന്നു, ഡിലീറ്റ് അത് ഡീഅലോക്കേറ്റ് ചെയ്യപ്പെടുന്നു. അത് റൺ ടൈമിലാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അത് C++ൻ്റെ ഒരു ഫീച്ചറാണ്. അത് പോയിൻ്റർ എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് ഉണ്ടായതുകൊണ്ടാണ് അത് ചെയ്യാൻ പറ്റുന്നത്. കാരണം അഡ്രസ്സ് സ്റ്റോർ ചെയ്യാനുള്ള മെമ്മറി ലൊക്കേഷൻ എന്ന് പറയുന്നത് എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജും സപ്പോർട്ട് ചെയ്യണമെന്നില്ല. പക്ഷേ C++ എന്ന് പറയുന്ന ഒരു പവർഫുൾ ലാംഗ്വേജ് ആയതുകൊണ്ട് അതിന് ഈ അഡ്രസ് മാനിപ്പുലേഷൻ എന്ന് പറയുന്നത് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് C++നകത്ത് എന്ന് പറയുന്നത് എല്ലാ സിസ്റ്റം സോഫ്റ്റ്വെയറിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു കാരണവും. ഇപ്പോൾ പൊതുവേ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡൈനാമിക് ഡേറ്റാ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത് എക്സിക്യൂഷൻ ടൈമിലാണ് മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത്. അത് സാധാരണ അലോക്കേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് സെക്കൻഡറി മെമ്മറിയിലാണ്. കാരണം അതിൻ്റെ സൈസ് നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ പറ്റത്തില്ല. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഡേറ്റാ സ്ട്രക്ചേഴ്സ് ഇംപ്ലിമെൻറ്റഡ് യൂസിങ് ലിങ്ക്ഡ് ലിസ്റ്റ് ആർ ഡൈനാമിക് ഇൻ നേച്ചർ. നമ്മൾ നേരത്തെ ആ സ്ട്രക്ചർ പഠിച്ചപ്പോഴത്തേക്ക് ഏറ്റവും അവസാനം പഠിച്ച ഒരു കാര്യമായിരുന്നു സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ എന്നുള്ള കാര്യം. അന്ന് നമ്മൾ പറഞ്ഞു ഒരു സ്ട്രക്ചറിനകത്ത്, ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ലോജിക്കലി റിലേറ്റഡ് ഡേറ്റ ഐറ്റംസ്, കളക്ഷൻ ഓഫ് ലോജിക്കലി റിലേറ്റഡ് ഡേറ്റ ഐറ്റംസിനെയാണ് നമ്മൾ സ്ട്രക്ചർ എന്ന് പറയുന്നത്. സാധാരണ സ്ട്രക്ചറിനകത്ത് നമ്മൾ കുറേ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഒരു പോയിൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് അഡ്രസ്സ് സ്റ്റോർ ചെയ്യാം. ആ പോയിൻ്റർ എന്ന് പറയുന്ന ആ സ്ട്രക്ചറിൻ്റെ തന്നെ ടൈപ്പിലാണെങ്കിൽ അതേ ടൈപ്പിലുള്ള ഒരു സ്ട്രക്ചറിൻ്റെ അഡ്രസ്സ് അതിനകത്ത് സ്റ്റോർ ചെയ്യാം. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മളൊരു സ്ട്രക്ചർ വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു, അതിൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നത് നമ്മൾ ഒരു പോയിൻ്റർ വേരിയബിളിനകത്ത് സ്റ്റോർ ചെയ്യും. ദെൻ ആ സ്ട്രക്ചർ വേരിയബിളിൻ്റെ പോയിൻ്റർ വേരിയബിളിനകത്തേക്ക് തൊട്ടടുത്ത എന്നല്ലെങ്കിൽ അടുത്ത ഡേറ്റ സ്റ്റോർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഈ രീതിയിൽ ഡൈനാമിക് എന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ അത് ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയുന്ന ഡൈനാമിക് ഡേറ്റ സ്ട്രക്ചറാണ്. കാരണം ദ സൈസ് ഓഫ് ദ കളക്ഷൻ will not be specified in advance. Rather it grows or shrinks during runtime as per users desire. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണം അനുസരിച്ചാണ്. നമുക്കിപ്പോൾ ഒരു ബാങ്കിലെ കസ്റ്റമേഴ്സിൻ്റെ ഒരു ദിവസം വരുന്ന കസ്റ്റമേഴ്സിൻ്റെ എണ്ണം നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. ഇത്ര പേര് വന്നാൽ മതി എന്ന് പറയാൻ പറ്റുമോ? അത് കോവിഡ് ആയതുകൊണ്ട് അങ്ങനെയൊക്കെ നമ്മൾ റെസ്ട്രിക്ഷൻ വെച്ച് കഴിഞ്ഞാലും അതും പറ്റുന്ന കാര്യമല്ല, എപ്പോഴും പറ്റുന്ന കാര്യമല്ല. അപ്പോൾ അന്നേരം ഈ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം, ഈ ബാങ്കിലെ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നതിനുള്ള എണ്ണം കൂട്ടാനും കുറയ്ക്കാനും പറ്റണം. ചിലപ്പം കുറയ്ക്കേണ്ടി വരും. When we consider secondary memory for storage of data, it will be in the form of files.
The size of the file increases on addition of data and reduces on deletion of data. So we can say that files are also dynamic data structures. ഇനി വേറെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇന്ന് കാണുന്ന നിങ്ങളുടെ ഇപ്പോൾ പരീക്ഷയുടെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യണം. ആ പരീക്ഷയുടെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യണമെങ്കിൽ അത് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു കമ്പ്യൂട്ടറിൻ്റെ പ്രൈമറി മെമ്മറിയിൽ ഈ ഡാറ്റ എല്ലാം കൂടെ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. അതിന് ഡാറ്റ ഫയൽസ് വേണം. നമ്മൾ പ്രോഗ്രാം എഴുതുന്ന പോലെ, അല്ലെങ്കിൽ പടം വരയ്ക്കുന്ന പോലെ, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഈ പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻ നടത്തുന്ന പോലെ തന്നെ, അല്ലെങ്കിൽ നമ്മളുടെ ഒരു കുറേ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുന്ന പോലെ തന്നെ ഡേറ്റയും ഫയലായിട്ട് സ്റ്റോർ ചെയ്യേണ്ടി വരും. അപ്പോൾ അന്നേരം വരുന്ന ഒരു കാര്യമാണ് അതിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യും. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കേ, ഇപ്പോൾ ഹയർ സെക്കൻഡറി ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ്റെ നോട്ടിഫിക്കേഷൻ വിളിച്ചു. ഇതിൻ്റെ സോഫ്റ്റ്വെയർ തയ്യാറാക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ സോഫ്റ്റ്വെയർ തയ്യാറാക്കുമ്പോഴത്തേക്ക് ഒരു കുട്ടിക്ക് 3 സബ്ജക്റ്റാണ് എൻ്റർ ചെയ്യേണ്ടുന്നത്. അപ്പോൾ അന്നേരം 3 സബ്ജക്റ്റ് എൻ്റർ ചെയ്യുമ്പോഴത്തേക്ക് ഒരു നമ്മുടെ സ്കൂളിലാണെങ്കിൽ എത്ര കുട്ടികളുണ്ടോ, 238 കുട്ടികളുണ്ടെങ്കിൽ 238 കുട്ടികളുടെയും ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യണം. ദെൻ ഇത് കൊല്ലം ജില്ലയിലാകുമ്പോൾ ഏതാണ്ട് 30,000 പരം വരും. കേരളം മൊത്തം ആകുമ്പോഴത്തേക്ക് ഏതാണ്ട് 4 ലക്ഷത്തോളം കുട്ടികളുടെ ഡീറ്റെയിൽസ് അവിടെ സ്റ്റോർ ചെയ്യേണ്ടി വരും. ഇതൊരു കമ്പ്യൂട്ടറിൻ്റെ പ്രൈമറി മെമ്മറിയിൽ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അന്നേരം അത് ഓർഗനൈസ് ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത് ഡേറ്റ ഫയൽ അല്ലെങ്കിൽ ഡേറ്റ ബേസ് ആയിട്ടാണ് അത് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. അത് സെക്കൻഡറി മെമ്മറിയിലാണ്. അപ്പോൾ ഇങ്ങനെ സെക്കൻഡറി മെമ്മറിയുമായിട്ട് ഡീൽ ചെയ്യുന്ന മെമ്മറി ഓർഗനൈസേഷനെയാണ് ഡൈനാമിക് മെമ്മറി ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. കാരണം നമുക്കറിയാം സെക്കൻഡറി മെമ്മറിയിൽ നിന്ന് പ്രോസസ്സർ ഒന്നും നേരിട്ട് എടുക്കാൻ പറ്റത്തില്ല. അത് ഏത് വഴിയേ എടുക്കാൻ പറ്റത്തുള്ളൂ? പ്രൈമറി മെമ്മറി വഴിയേ എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അന്നേരം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ സെക്കൻഡറി മെമ്മറിയുടെ ഫയലിൻ്റെ സൈസ് കൂടുകയും കുറയുകയും ചെയ്യുന്നതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഡേറ്റ സ്ട്രക്ചറിൻ്റെ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് നമുക്ക് സ്റ്റാറ്റിക് ഡേറ്റ സ്ട്രക്ചറായിട്ടും ഡൈനാമിക് ഡേറ്റ സ്ട്രക്ചറായിട്ടും ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക, സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് എന്ന് പറയുന്ന വാക്കുകൾ പല പ്രാവശ്യം നമുക്കിനിയും വരുന്നുണ്ട്. നമ്മൾ നേരത്തെ പഠിച്ചതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് മെമ്മറി ഓർഗനൈസേഷനായിരുന്നു. സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ, ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ. ഇതേപോലെ തന്നെ സ്റ്റാറ്റിക് ഡേറ്റ സ്ട്രക്ചർ, ഡൈനാമിക് ഡേറ്റ സ്ട്രക്ചർ രണ്ടും ലിങ്ക്ഡ് ആണ്. കാരണം മെമ്മറിയുടെ അടിസ്ഥാനത്തിലാണ് രണ്ടും വെച്ചിരിക്കുന്നത്. സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ റൺ ചെയ്യുന്നതിന് മുമ്പ് മെമ്മറി അല്ലെങ്കിൽ കമ്പൈൽ ചെയ്യുന്ന സമയത്ത് മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നതിനെയാണ് അലോക്കേഷൻ ഓഫ് മെമ്മറിയാണ് നമ്മൾ സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ എന്ന് പറയുന്നത്. അതേസമയം ഡേറ്റ സ്ട്രക്ചർ എന്ന് പറയുന്ന ഏത് സമയത്താണോ നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് എന്ന് പറയുന്നത്. നമ്മൾ കമ്പൈൽ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുമ്പാണെങ്കിൽ ആ ഡേറ്റ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ സ്റ്റാറ്റിക് ഡേറ്റ സ്ട്രക്ചർ എന്ന് പറയും. അതേസമയം റൺ ടൈമിലാണ് നമ്മൾ ഡേറ്റ ഓർഗനൈസ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ ഡൈനാമിക് ഡേറ്റ സ്ട്രക്ചർ എന്നും പറയും. അപ്പോൾ ഏതായാലും ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഡൈനാമിക് ഡേറ്റ സ്ട്രക്ചറാണ്. അപ്പോൾ ഇത് ചിലപ്പം പരീക്ഷയ്ക്ക് കമ്പാരിസൺ ആയിട്ടോ അല്ലെങ്കിൽ ലിങ്ക്ഡ് ലിസ്റ്റ് ഈസ് എ ഡാഷ് ഡേറ്റ സ്ട്രക്ചർ എന്ന് വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ എന്തായാലും അന്നേരം ഇതുവരെ നമ്മൾ പഠിച്ചത് ഡേറ്റ സ്ട്രക്ചറിൻ്റെ ക്ലാസിഫിക്കേഷൻ, സിമ്പിൾ ഡേറ്റ സ്ട്രക്ചർ, കോമ്പൗണ്ട് ഡേറ്റ സ്ട്രക്ചർ. സിമ്പിൾ ഡേറ്റ സ്ട്രക്ചറിനെ കുറിച്ച് നമുക്ക് മറക്കാം, കാരണം അത് അറേ സ്ട്രക്ചറുമായിരുന്നു. ദെൻ കോമ്പൗണ്ട് ഡേറ്റ സ്ട്രക്ചറിനകത്ത് വീണ്ടും ലീനിയർ ആൻഡ് നോൺ ലീനിയർ ഉണ്ട്. ലീനിയർ ഡേറ്റ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ സീക്വൻഷ്യൽ ഡേറ്റ സ്ട്രക്ചറാണ്. അത് മൂന്ന് ടൈപ്പിലാണുള്ളത്: സ്റ്റാക്ക്, ക്യൂ, ലിങ്ക്ഡ് ലിസ്റ്റ്. ദെൻ മെമ്മറി ഓർഗനൈസേഷൻ അനുസരിച്ച് ഡേറ്റ സ്ട്രക്ചറിനെ രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് സ്റ്റാറ്റിക് ഡേറ്റ സ്ട്രക്ചറായിട്ടും രണ്ടാമത്തെ ഡൈനാമിക് ഡേറ്റ സ്ട്രക്ചറായിട്ടും. ഒന്ന് എക്സിക്യൂഷന് മുമ്പ് ഉള്ളത്, അടുത്തത് എക്സിക്യൂഷന് സമയത്തുള്ളത്. ഇനി ഇതിനകത്ത് നമുക്ക് അടുത്ത പഠിക്കാനുള്ളതെന്ന് പറയുന്നത് ഓപ്പറേഷൻസ് ഓൺ ഡേറ്റ സ്ട്രക്ചേഴ്സാണ്. ദ ഓപ്പറേഷൻസ് പെർഫോംഡ് ഓൺ ഡേറ്റ സ്ട്രക്ചേഴ്സ് ആർ ട്രാവേഴ്സിംഗ്, സെർച്ചിങ്, ഇൻസേർട്ടിങ്, ഡിലീറ്റിംഗ്, സോർട്ടിങ് ആൻഡ് മെർജിങ്. ഇതാണ്. അപ്പം ഇത് ട്രാവേഴ്സൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിനെക്കുറിച്ച് ട്രാവേഴ്സൽ, സെർച്ചിങ്, ഇൻസേർഷൻ ഈ പറഞ്ഞതെല്ലാം കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചതാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ വെച്ച് ഈ ക്ലാസ് ഇവിടെ വെച്ച് നിർത്താം.
അപ്പോൾ അതോടൊപ്പം തന്നെ നിങ്ങൾ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിനേഷന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. കമ്പ്യൂട്ടർ സയൻസ് ഇമ്പ്രൂവ് ചെയ്യുന്നവർ അറിയിച്ചു കഴിഞ്ഞാൽ അതിന് വേണ്ടുന്ന ക്ലാസ്സുകൾ നമുക്ക് എടുക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഒക്കെ നോക്കുക.